കൗതുക ലേശം കൂടുതൽ. ബി.ജെ.പി. നേതാവും ബിഗ് ബോസ് താരവുമായ റോബിൻ രാധാകൃഷ്ണനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ബിഗ് ബോസ് താരം വേദലക്ഷ്മി. ഇതിന്റെ ഒരു പൂർണ്ണ രൂപം വേദലക്ഷ്മി ഇട്ടിട്ടുണ്ട്. ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ റീലിട്ട സമയത്ത് റോബിൻ അതിന്റെ അടിയിൽ പോയിട്ട് ഇപ്പൊ എല്ലാം ഏടെ തല ഇട്ട് കൊടുക്കാമല്ലോ. എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. റോബിൻ ബി.ജെ.പിയെയും പാർട്ടി പ്രവർത്തകരെയും വിമർശിക്കുന്ന വോയിസ് ക്ലിപ്പും തെളിവായി വേദലക്ഷ്മി ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ടു. സത്യമായിട്ട് തന്നെ അന്വേഷിച്ചുള്ള വരവ് തന്നെയാ. വരവ് കണ്ടറിയാം. യൂഷ്വലി എങ്ങനെയാ ബി.ജെ.പി. എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? ഓ പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. എന്താ ഉറക്കം വരുന്നു. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സ്ഥാനാർത്ഥിയായെന്ന് വെച്ചോ, മനസ്സിലായില്ലേ? എന്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പൊളിറ്റീഷ്യൻ ആയിട്ട് സംസാരിക്കാണ്, അവിടെയാണ് എന്റെ ഹൈലൈറ്റ്. ബി.ജെ.പിയുടെ തത്വങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ABCD അറിഞ്ഞൂടാ. യൂഷ്വലി എങ്ങനെയാ ബി.ജെ.പി. എന്ന് വെച്ചാൽ ഞാൻ വർഗീയവാദികളാണ്, മനസ്സിലായില്ലേ? സത്യം പറയല്ലേ, കോൺക്രീറ്റ് ഇട്ടല്ലടാ. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. പിന്നാലെ റോബിൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പണം വാങ്ങിയെന്ന് കാണിച്ചുകൊണ്ടുള്ള മറ്റൊരു വീഡിയോയും വേദലക്ഷ്മി പുറത്തുവിട്ടു. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കും. റോബിൻ ഒരു ആൾക്ക് കൊടുത്ത് ഇതാക്കുന്ന സെറ്റിൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന 40 ലക്ഷം രൂപയുണ്ട്. ഈ പൈസയുടെ സോഴ്സ്, ഈ ഫണ്ടിന്റെ സോഴ്സ് അത് ജനങ്ങളോട് തന്നെ വ്യക്തമാക്കണം. ആണെന്ന് അറിയണമെങ്കിൽ ഈ രണ്ടാമത്തെ ഫയൽ, അതായത് ഇതിലെ വീഡിയോ കോൾ റെക്കോർഡിംഗ്, അത് ലക്ഷമൊന്നുമില്ലല്ലോ. അതിലുള്ള ആളിനെ കണ്ടല്ലോ ബ്രോ. അമ്മേ അരുത്, അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. പറയുന്നത് വിചാരിച്ചാണ് ഞാൻ നമ്മൾ പണ്ടൊന്നും കൊടുക്കാത്ത ബൊട്ടീക്കിൽ വെച്ചിട്ട് കൊടുത്ത പൈസയിലുണ്ട്. പറ്റിയത് പറ്റി, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ പടക്കം കണ്ടപ്പോഴത്തേക്കുമാണ് നീ ഇത്രയും കാട്ടിക്കൂട്ടുന്നത്. അപ്പോ ശരിക്കുള്ള തൃശ്ശൂർ പൂരം അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും എന്തായിരിക്കും നിന്റെ അവസ്ഥ?